ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് ആദ്യം എന്നെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അല്ലാഹു നമുക്ക് ഐഹികമായ ജീവിതം ഒരുക്കിയപ്പോൾ രാപ്പകലുകളെ അവൻ്റെ ദൃഷ്ടാന്തമായി സംവിധാനിച്ചു തന്നു. സൂറത്തുൽ ഇസ്രാഇന്റെ 12-ാം വചനത്തിൽ നമുക്ക് കാണാം, വജഅൽന അൽ-ലൈല വൻ-നഹാറ ആയതൈൻ ഫമഹൗന ആയത്തൽ ലൈലി വജഅൽന ആയത്തൻ നഹാർ വജഅൽന ആയത്തൻ നഹാരി മുബ്സിറ ലിതബ്തഗൂ ഫളൻ മിർ റബ്ബികും വലിതഅലമു അദദസ് സിനീന വൽ ഹിസാബ്. അല്ലാഹു രാവിനെയും പകലിനെയും രണ്ട് ആയത്തുകളാക്കി മാറ്റി, ദൃഷ്ടാന്തങ്ങളാക്കി മാറ്റി. ഫമഹൗന ആയത്തൽ ലൈലി വജഅൽന ആയത്തൻ നഹാരി മുബ്സിറ. രാത്രിയാകുന്ന ആയത്തിനെ അല്ലാഹു ഇരുൾ മൂടിയതാക്കി, പകലാവട്ടെ നേരെ തിരിച്ച് പ്രകാശപൂരിതമാക്കി. ലിതബ്തഗൂ ഫളൻ മിർ റബ്ബികും. ഈ ഒരു സംവിധാനം അല്ലാഹു ഒരുക്കിയത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഫളലുകളെ, ഔദാര്യങ്ങളെ, ഉപജീവന മാർഗങ്ങളെ നിങ്ങൾക്ക് തേടുവാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. അതിനോട് ചേർത്ത് അല്ലാഹു പറഞ്ഞു, വലിതഅലമു അദദസ് സിനീന വൽ ഹിസാബ്. നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങളെയും മാസങ്ങളെയും കാലഗണനയുമൊക്കെ നടത്തിയെടുക്കുവാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി കൂടിയാണത്. രാത്രിയില്ല പകൽ മാത്രമായിരുന്നെങ്കിൽ, പകലില്ല രാത്രി മാത്രമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സമയം നിശ്ചയിക്കുവാനോ ദിവസങ്ങളെ കണക്കുകൂട്ടാനോ മാസങ്ങളെ കണക്കുകൂട്ടാനോ ഒന്നും സാധിക്കുകയില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് സമയവും സെക്കൻഡുകളും മൈക്രോ സെക്കൻഡുകളുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത് അല്ലാഹു ഈ ഒരു ഫളല് നിങ്ങൾക്ക് ചെയ്തത് കൊണ്ടാണ്. മാത്രമല്ല, ഈ ഒരു സമയം അല്ലാഹു നമുക്ക് ക്രമീകരിച്ചു തന്നതും നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ള ഇബാദത്തുകളെ കണിശമായി കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി കൂടിയാണ്. അതിനും പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയങ്ങളിൽ തന്നെ ചില സമയങ്ങളെ വളരെ പ്രാധാന്യമുള്ള പവിത്രമായ സമയമാക്കി. ചില മാസങ്ങളെ, ചില ദിവസങ്ങളെ, ചില സമയങ്ങളെ, ചില രാത്രികളെ പല വിധേനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു മാസത്തെ തന്നെയും പവിത്രമാക്കിയതുണ്ട്, ഒരു രാത്രിയെ പവിത്രമാക്കിയതുണ്ട്, ഏതാനും നിമിഷങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയതുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ തന്നെയും ചില പ്രത്യേകമായ ദിവസങ്ങളെയും മാസങ്ങളെയും ഒക്കെ പവിത്രമാക്കി എന്ന് ഖുർആനിൽ വ്യക്തമാക്കി. അതിലൊരു കൊല്ലത്തിൽ അല്ലാഹു വളരെയധികം പവിത്രമാക്കിയ 4 മാസങ്ങൾ, അതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ 36-ാം സൂക്തത്തിൽ അല്ലാഹു പറഞ്ഞത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ടതാണ്. കാരണം ഹുറും എന്ന് പറഞ്ഞാൽ, അല്ലാഹു പവിത്രമാക്കിയത് എന്ന് പറഞ്ഞാൽ അതിനെ പവിത്രമാക്കേണ്ടത്, അത് പവിത്രമായി കണ്ട് പരിപാലിക്കേണ്ടത് ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് അറിയിച്ചു തരികയാണ്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികളെ പടച്ച അന്നു മുതൽ അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ 12 12 ശഹ്റ, 12 മാസങ്ങളാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ്. 4 മാസങ്ങൾ പവിത്രമാണെന്ന് പറയുമ്പോൾ അത് പവിത്രമാകേണ്ടത് എങ്ങനെയാണ്? അതും ഖുർആൻ പറഞ്ഞു, ഫലാ തള്ളിമൂ ഫീഹിന്ന അൻഫുസകും.
ആ പവിത്രമായ 4 മാസങ്ങളിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളോട് അതിക്രമം ചെയ്യരുത്. നമുക്കറിയാം, ദുൽമ ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഒരു മനുഷ്യന് ശിക്ഷ വാങ്ങിത്തരുന്ന ഒരു കാര്യമാണ്. അത് ഈ 12 മാസവും ദുൽമ ചെയ്യാൻ പാടില്ല. അള്ളാഹു വിലക്കിയതാണ്, ഫലാ തളാലിമു, നിങ്ങൾ പരസ്പരം ദുൽമ ചെയ്യരുത്. അപ്പൊ ഈ 12 മാസവും വിലക്കപ്പെട്ട ഒരു കാര്യം ഈ 4 മാസം എടുത്തു പറഞ്ഞിട്ടുള്ള പറയാണ്, ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, ആ പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ നിഷിദ്ധങ്ങൾ, ഹറാമുകൾ, അതിക്രമങ്ങൾ ചെയ്യരുത് എന്ന് അല്ലാഹു പറയുമ്പോ 12 മാസവും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പറയുന്ന തഫ്സീറിൽ കാണാം, മറ്റു മാസങ്ങളിൽ നമ്മളിൽ നിന്ന് വരുന്ന പിഴവുകൾ പോലെയല്ല പവിത്ര മാസങ്ങളിൽ നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിന്റെ ശിക്ഷ ഇരട്ടിക്കും. മറ്റു സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ പോലെയല്ല ഈ പവിത്രമായ സമയത്ത് നമ്മൾ പ്രത്യേകമായി ചെയ്യുന്ന ഇബാദത്തുകൾ. അപ്പൊ അള്ളാഹു പവിത്രമാക്കിയതിനെ പവിത്രമാക്കുക എന്നൊരു ബാധ്യത നമുക്കുണ്ട്. മറ്റു സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ അതിന് ശിക്ഷാർഹം തന്നെയാണ്. പക്ഷെ അതിലും ശിക്ഷാർഹമാകും അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ. അതുകൊണ്ട് ആ മാസങ്ങളെ വളരെ കൃത്യമായി തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചു, ഈ ആയത്തിനെ വിശദീകരിച്ചു. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ 3697 നമ്പർ ഹദീസായി അത് ഉദ്ധരിച്ചു. എന്താ റസൂല് പറഞ്ഞത്? അസ്സമാനു ഖദ് ഇസ്തദാറ കഹൈഅതി യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ പടച്ച അന്നു മുതൽ ഇന്നു വരെയും ഒരേ രൂപത്തിലാണ് സമയം, കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് റസൂല് പറഞ്ഞു, അസ്സനതു 12 ശഹ്റാ, ഒരു കൊല്ലം 12 മാസങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. ഖുർആൻ പറഞ്ഞല്ലോ പവിത്രമാണ് എന്ന്. ആ 4 മാസങ്ങളെ റസൂൽ വിശദീകരിച്ചു, സലാത്തുൻ മുതവാലിയാത്ത്, അതിൽ 3 മാസങ്ങൾ തുടരെ വരുന്ന മാസങ്ങളാണ്. ഒന്ന് ഫർദാണ്, ഒറ്റക്ക് നിൽക്കുന്ന മാസമാണ്. 3 മാസങ്ങൾ അതിങ്ങനെ തുടരെ വരുന്നതാണ്, മുതവാലിയാത്ത്, ഒന്നിനു പുറകെ ഒന്നായി വരുന്നതാണ്. ഏതൊക്കെ റസൂൽ അത് വിശദീകരിച്ചു? ദുൽഖഅദ് വദുൽഹിജ്ജ വൽ മുഹറം. ആ 3 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ദുൽഖഅദാണ്, മറ്റൊന്ന് ദുൽഹിജ്ജയാണ്, മറ്റൊന്ന് മുഹറമാണ്. ഈ 3 മാസങ്ങളെ പവിത്രമാക്കിയതിന്റെ കാരണം നമുക്കറിയാം. ഈ 3ഉം ഹജ്ജുമായി ബന്ധപ്പെട്ട അല്ലാഹു പവിത്രമാക്കിയതാണ്. ദുൽഖഅദയാകട്ടെ, ദുൽഹിജ്ജയാകട്ടെ, മുഹറമാകട്ടെ, ഹാജിമാർ വരികയും പോവുകയും ചെയ്യുന്ന ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന മാസമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ 3 മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കി തന്നത്. ഹജ്ജിന്റെ മാസങ്ങളാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഹജ്ജിന്റെ പ്രാധാന്യം എത്രയാണ് എന്ന്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്ര മാസത്തിൽ ചില പ്രത്യേക ദിവസങ്ങളെ കൂടി പവിത്രമാക്കി. ചില പ്രത്യേക ദിനങ്ങളെ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറ സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാതി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ജനങ്ങളെ ഹജ്ജിലേക്ക് വിളിക്കൂ. ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചു. ആ ഇബ്രാഹിം അലൈഹിസ്സലാം അത് വിളിച്ചു. ലോകത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ വിളി മാത്രമല്ല, അതിന് ഉത്തരവും പറഞ്ഞു. ആ വിളിക്ക് ആദ്യമായി ഉത്തരം പറഞ്ഞത് ഇബ്രാഹിം നബിയാണ്. അവ്വലു മുലബ്ബ്, ആദ്യമായി തൽബിയത്ത് ചൊല്ലിയ ആള് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം വിളിക്കുകയും തൽബിയത്ത് ചൊല്ലുകയും ചെയ്തു. അല്ലാഹു പറഞ്ഞു, അഷ്ടദിക്കുകളിൽ നിന്ന് ആളുകൾ കാൽനടയായും വാഹനപ്പുറത്തേറിയും ഇവിടേക്ക് എത്തുക തന്നെ ചെയ്യും എന്ന് ഖുർആൻ പറഞ്ഞു. എന്തിനാണ് എത്തുന്നത്? അവർക്ക് ഉപകാരപ്രദമായ ചില സംഗതികൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി, അവർക്ക് മംഫഅത്തുള്ള ഉപകാരമുള്ള ചില കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ ദിക്ർ, അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് അള്ളാഹുവിന്റെ ദിക്റുകൾ, അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അറിയപ്പെട്ട ദിനങ്ങളിൽ കണ്ടോ, ആ മാസത്തിൽ
അയ്യാമും മഅലൂമാത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ മാസങ്ങളിൽ ചില ദിവസങ്ങളുണ്ട്, അയ്യാമും മഅലൂമാത്തുണ്ട്. ആ അയ്യാമും മഅലൂമാത്ത് ഏതാണ് എന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നു. അൽ അയ്യാമുൽ മഅലൂമാത്തു അയ്യാമുൽ അശ്ർ. വരുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന 10 ദിവസങ്ങളാണ്. ഈ ഉമ്മത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടു പോയി അതിന്റെ ഫളല്, കുഴിച്ചുമൂടപ്പെട്ടു പോയി അതിന്റെ ഫളല്. കുഴിച്ചുമൂടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ നമ്മിൽ പല ആളുകളും റമളാനിന് കാണുന്ന പ്രാധാന്യം, റമളാനിന് കൽപ്പിക്കുന്ന പ്രാധാന്യം യഥാർത്ഥത്തിൽ ദുൽഹിജ്ജ മാസത്തിലെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ കൽപ്പിക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ലത്. നമുക്ക് ആകെ അറിയുന്നത് ബലിപെരുന്നാളാണ്. അറഫ നോമ്പും ബലിപെരുന്നാളുമാണ് അറിയുന്നത്. ഉമ്മത്തിൽ നിന്നും മായ്ക്കപ്പെട്ടു പോയി ദിവസത്തിന്റെ പ്രാധാന്യം. കാരണം അത്രയും ഫളിലുള്ള, അത്രയും പവിത്രമായ ദിവസങ്ങളാണ് 10 ദിനങ്ങൾ. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. ആ 10 ദിനങ്ങളിൽ ഒളിച്ചു പോകുമായിരുന്നു പല ആളുകളും. എന്ന് വെച്ചാൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ദിക്റുകൾ കൊണ്ട് ശുഗലായി, അതുപോലെ തന്നെ ഖിറാഅത്ത് കൊണ്ട് ശുഗലായി, തസ്ബീഹുകളും അത് ദിക്റുകളും അതുപോലെ തഹ്മീദുകളും തഹ്ലീലുകളും കൊണ്ട് ശുഗലായി. ആ ദിവസത്തിന്റെ, ആ 10 ദിവസത്തിന്റെ പ്രാധാന്യം അത് ആവാഹിക്കാൻ, അത് ആർജിച്ചെടുക്കാൻ വേണ്ടി പല ആളുകളും, അതിന്റെ പ്രാധാന്യം അറിഞ്ഞ പല ആളുകളും അവർ പ്രത്യേകമായി സമയം കണ്ടെത്തി മാറിയിരിക്കുമായിരുന്നു എന്നാണ്. പക്ഷേ നിലവിൽ നമ്മുടെ ഉമ്മത്തിൽ ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിന്റെ പ്രാധാന്യം പലർക്കും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലരും അത് ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോട് ചോദിക്കപ്പെട്ടു ഒരു ചോദ്യം, ഏറ്റവും അഫ്ളലായ ദിവസം ഏതാണ്, ഏറ്റവും അഫ്ളലായ ദിവസം ഏതാണ്, ദിവസങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം നൽകിയ മറുപടി കാണാം. ലൈലത്തുൽ ഖദറുള്ള റമദാനിലെ അവസാന 10-നേക്കാളും പവിത്രമായ പകലുകൾ ഉള്ളത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 പകലുകളാണ് എന്നാണ്. ലൈലത്തുൽ ഖദറിൽ അത് രാത്രിയാണ്. ആ അവസാന രാത്രികളിൽ ലൈലത്തുൽ ഖദർ ഉണ്ട്. പക്ഷെ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നാണ്. നമ്മുടെ മുന്നിലേക്ക് അത് വരികയാണ്. നമ്മുടെ ആയുസ്സോ വളരെ കുറവുമാണ്. ഇതൊക്കെ അള്ളാഹു നമുക്ക് വാരിക്കോരി തരുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, റിഡക്ഷൻ സെയിൽ പോലെ, കർക്കിടക കിഴിവ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ടെക്സ്റ്റൈൽസുകാർ നടത്തുന്നത് പോലെ കുറെ വാരിക്കോരി സ്റ്റോക്ക് തീർക്കല്ല റബ്ബ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഏറ്റവും ആയുസ് കുറഞ്ഞ ആളുകളാണ്. അഅ്മാറു ഉമ്മത്തി 60 ഇലാ 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60 മുതൽ 70 വരെയാണ്. 60ഉം 70 എന്ന് പറഞ്ഞാൽ നൂഹ് നബിയുടെ ആയുസ്സുമായി തുലനം ചെയ്താൽ വളരെ തുച്ഛമാണ്, തുലോം കുറവാണ്. 950 കൊല്ലക്കാലം നിരന്തരമായി ദഅവത്ത് നടത്തിയ ആളാണ് മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. ഈ നൂഹ് നബി 950 കൊല്ലക്കാലം നിരന്തരമായി ദഅവത്ത് നടത്തി എന്ന് പറയുമ്പോൾ അത്രയും ആയുസ്, സുദീർഘമായ കാലം ഇവിടെ ജീവിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ആ നൂഹ് നബിയുടെ ആയുസ്സും നമ്മുടെ ആയുസ്സും തമ്മിൽ തുലനം ചെയ്താൽ 60 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്ര തുച്ഛമാണ്. അതിൽ പകുതിയും അഥവാ നമ്മുടെ ബുദ്ധി വികസിക്കാൻ, വളരാൻ ഒരു 18 വയസ്സ് വരെ മാറിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. രാത്രി കുറെ ഉറങ്ങിത്തീർത്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ വളരെ തുച്ഛമായ സമയം കൊണ്ടാണ് ഈ നന്മകൾ മുഴുവൻ നേടേണ്ടത്. അള്ളാഹു മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് കൊടുക്കുന്ന ഔദാര്യങ്ങളാണിത്. എന്ന് വെച്ചാൽ 950 കൊല്ലക്കാലം പണിയെടുത്ത് പരിശ്രമിച്ചു കിട്ടുന്ന, അങ്ങനെ നേടാൻ കഴിയുന്ന സ്വർഗം 60 വയസ്സുകൊണ്ട് നേടിയെടുക്കുക, തുച്ഛമായ ദിനരാത്രങ്ങൾ കൊണ്ട് നേടിയെടുക്കുക. അതിനാണ് റബ്ബ് ഈ ഫദ്ല് മുഴുവൻ തരുന്നത്, പ്രത്യേകമായ അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ നമുക്ക് തരുന്നത്. അപ്പോ അതിനൊരു അവസരമാണ് യഥാർത്ഥത്തിൽ വരുന്ന ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിനങ്ങളെ എടുത്തു ധരിച്ചു. വൽ ഫജ്രി വലയാലിൻ നശ്ർ. ഖുർആൻ പറയാണ്, ആ പ്രഭാതം തന്നെയും സത്യം, ഫജ്ർ തന്നെയും സത്യം, വലയാലിൻ നശ്ർ, 10 ദിനങ്ങൾ തന്നെയും സത്യം. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഉലമാ പറഞ്ഞു, വല്ലയാലിൽ അശ്ർ അൽ മുറാദു ബിഹാ അശ്റു ദിൽഹിജ്ജ. ഇവിടെ പറഞ്ഞ ആ 10 രാത്രികൾ, ആ 10 ലയാലുകൾ എന്ന് പറഞ്ഞില്ലയോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളാണ്. ഇത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു എന്ന് മാത്രമല്ല വഗൈറു വാഹിദിൻ മിനസ് സലഫി വൽ ഖലഫ്,
ലോകത്ത് കഴിഞ്ഞുപോയ സലഫുകളും ഖലഫുകളും അഥവാ പൂർവ്വസൂരികളും പിൻഗാമികളുമായ നിരവധി അനവധി ആളുകൾ ഈ ആയത്തിന്റെ തഫ്സീറായി പറയുകയാണ്. അപ്പൊ ഖുർആൻ സത്യം ചെയ്യാൻ എടുത്ത ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. മാത്രമല്ല അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിനങ്ങളാണ്. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദിവസങ്ങളിൽ ഒരു അടിമ നിർവഹിക്കുന്ന അമലുകൾ അത് അല്ലാഹുവിന് പ്രത്യേകമായ ഇഷ്ടമുള്ള അമലുകളായി റബ്ബ് പ്രത്യേകം പരിഗണിക്കുന്നതാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നിയ്യത്ത് വെക്കും. കാരണം നിയ്യത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, മറ്റു അമലുകളിൽ നിന്ന് വ്യത്യസ്തമാക്കും നിയ്യത്ത്. രാവിലെ സുബഹിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ച ഒരാൾ സുബഹ് നിസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചു. അതുപോലെയാണ് സുബഹും 2 റക്അത്താണ്. സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. ആ സുന്നത്ത് നമസ്കാരത്തിൽ എന്തൊക്കെ ചെയ്തോ അത് തന്നെയാണ് സുബഹി നിസ്കാരം എന്ന ഫർളിലും ചെയ്യുന്നത്. അത് 4 റക്അത്തില്ല, 3 റക്അത്തില്ല, അത്തഹിയാത്ത് കൂടുന്നില്ല, റുകൂഉം സുജൂദും കൂടുന്നില്ല, ഫാത്തിഹയുണ്ട്, അതുപോലെ ദുആഉൽ ഇഫ്തിതാഹ് ഉണ്ട്, അതുപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം ഉണ്ട്. ഈ സുന്നത്ത് നിസ്കാരത്തിലുമുണ്ട്, ഫർദ് നിസ്കാരത്തിലുമുണ്ട്. രണ്ടും ഒരുപോലെയാണ് നിർവഹിക്കുന്നത്. പക്ഷേ മൽ ഫർഖു ബൈനഹുമാ, ഇത് രണ്ടും തമ്മിൽ വേർതിരിക്കുന്നത് എന്താ? നിയ്യത്താണ്. ഒന്ന് സുന്നത്തിന്റെ നിയ്യത്താ വെച്ചത്, മറ്റത് ഫർളിന്റെ നിയ്യത്താ വെച്ചത്. 2 കാര്യവും ഒരുപോലെ നിർവഹിച്ചത്. അപ്പോ ഇത് തമ്മിലുള്ള വ്യത്യാസം നിയ്യത്ത് കൊണ്ടാണെങ്കിൽ, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ വരുമ്പോ ഒരു മനുഷ്യൻ നിയ്യത്ത് വെക്കുകയാണ്, ഞാൻ ദുൽഹിജ്ജ 10-ന് ഇതാ അമലുകൾ ചെയ്യുകയാണ്, ദുൽഹിജ്ജ 10-ലാണ് ഞാൻ. അങ്ങനെ ഒരു മനുഷ്യൻ ആ ദുൽഹിജ്ജ 10-ന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങളിൽ അമലുകൾ ചെയ്താൽ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമലുകളായി അല്ലാഹു അത് സ്വീകരിക്കുന്നതാണ്. ഇത് റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായി കണ്ടത്, ഒരു മനുഷ്യൻ നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമായി കണ്ടത് ജിഹാദാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ രണഭൂമിയിൽ പോരാടുക എന്നതാണ് സ്വഹാബത്ത് കണ്ട വലിയ കാര്യങ്ങളിൽ ഒന്ന്. അപ്പൊ റസൂലുള്ളാഹി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോ സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ജിഹാദിനേക്കാളും അള്ളാഹുവിന് പ്രിയപ്പെട്ടത് ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനങ്ങൾ ചെയ്യുന്ന അമലുകൾക്കാണോ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇ. ഒരു ജിഹാദുമില്ല, ഒരു ജിഹാദുമില്ല, ഇതിനേക്കാളും ശ്രേഷ്ഠമായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ജിഹാദുമില്ല. ഏതല്ലാതെ ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇ. ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപ്പുറപ്പാടിന് പോയി, പിന്നെ അയാൾ തിരിച്ചു വന്നില്ല, അദ്ദേഹത്തിന്റെ സമ്പത്തും അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ടും മടങ്ങി വന്നില്ല, അദ്ദേഹം ഷഹീദായി. അങ്ങനെ ഒരുത്തനല്ലാതെ അവൻ ഇതിനേക്കാളും മുന്നിലേക്ക് പോകും. അതല്ലാത്ത മുഴുവൻ കാര്യങ്ങളും ഇതിന് മേതെ പോകുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ദിവസങ്ങൾക്കുള്ള പ്രത്യേകത എത്രയാണ്? നമ്മൾ അതിന്റെ ഗൗരവം കണ്ടവരാണോ? നമ്മുടെ ജീവിതത്തിൽ ദുൽഹിജ്ജ 10 ദിനങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഒരുങ്ങി ഇറങ്ങി, ഈ ദുൽഹിജ്ജ 10-ന് എൻ്റെ അമലുകൾക്ക് വ്യത്യാസമുണ്ടാകണം, ഇക്സാർ ഉണ്ടാകണം എന്ന് വെച്ചാൽ പെരുപ്പിക്കണം. സുന്നത്തുകൾ, അതുപോലെ തന്നെ ഫർളുകൾ അതിന്റെ കണിശമായ രൂപത്തിലാവണം. കൂടുതൽ ദിക്റുകൾ വേണം, തസ്ബീഹുകൾ വേണം, തഹ്ലീലുകൾ വേണം. എൻ്റെ കുടുംബത്തെ അതിനുവേണ്ടി ഒന്ന് സജ്ജമാക്കണം എന്ന ഒരു ചിന്ത ഇതുവരെ ആയുസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം വിചാരണ ചെയ്യേണ്ട ഒരു സമയമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10 ഈ ദിനങ്ങളിൽ നിരവധി പ്രത്യേകതയുള്ള ദിവസങ്ങളുണ്ട്. നിരവധി പ്രത്യേകതകളുള്ള ദിവസം. 10 ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ആ 10 ദിവസങ്ങളുടെ ഉള്ളിൽ തന്നെയും ഇപ്പൊ നമുക്കറിയാം ദുൽഹിജ്ജ 8 എന്ന് പറഞ്ഞാൽ അതിന് യൗമുത് തർവിയ എന്നാണ് പേര്. യൗമുത് തർവിയ എന്ന് പറഞ്ഞാൽ ആളുകൾ മിനയിലേക്കും മറ്റും പോകുമ്പോൾ പഴയ കാലഘട്ടത്തിൽ വെള്ളം ശേഖരിച്ചിട്ടാ പോവുക. നമുക്കറിയാം മിനയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, ഇന്നും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ അറഫയിൽ അത് വലിയ മരുഭൂമി പോലെ തരിശുഭൂമിയാണ്, അവിടെ വെള്ളം എത്തിക്കലാണ്. നമുക്കറിയാം സുബൈദ കനാലൊക്കെ ആ രൂപത്തിൽ മിനയിലേക്ക് ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്, അഥവാ വെള്ളം എത്തിക്കുവാനുള്ള സംവിധാനങ്ങളായി രൂപപ്പെടുത്തിയതാണ്. അതിനും മുമ്പൊക്കെ ആളുകൾ പാത്രങ്ങളിൽ വെള്ളം ശേഖരിക്കും ദുൽഹിജ്ജ മാസത്തിൽ. അപ്പൊ യൗമുത് തർവിയ, അങ്ങനെ വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തിരക്ക് കൂട്ടുന്ന ദിവസമായതുകൊണ്ട് അങ്ങനെ ആ പേര് വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതുപോലെ ഓരോ മാസത്തിന് പേര് വരുന്നതിലും അതുപോലെ തന്നെ ഓരോ ദിവസങ്ങൾക്ക് പേര് വരുന്നതിലുമൊക്കെ ഇത്തരം ഒരുപാട്
ചരിത്രം നമുക്ക് വിശദീകരിക്കപ്പെട്ടത് കാണാൻ കഴിയും. അത് മാത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ പേര് വന്നതിന്റെ പിന്നിലുള്ള കഥകൾ പറയുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ യൗമു തർവിയ ദുൽഹിജ്ജ 8 ആ ദുൽഹിജ്ജ 8 ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് വേണ്ടി എല്ലാ മനുഷ്യരും ഹാജിമാർ മുഴുവനും ഒരുങ്ങി ഇറങ്ങുന്നത് യൗമു തർവിയ ദുൽഹിജ്ജ 8 ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന തൽബിയത്തിന്റെ ആരവം കൊണ്ട് അതേ ലജീജുൽ ഹജീജ് എന്ന് പറയുന്ന ഹാജിമാരുടെ ആരവം മുഴങ്ങി തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ യൗമു തർവിയ ദുൽഹിജ്ജ 8 അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ദുൽഹിജ്ജ 9 ആ ദുൽഹിജ്ജ 9 പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പവിത്രമായി കാണുന്ന ഒരു ദിവസമാണ്. മാ മിൻ യൗമിൻ അക്തറ മിൻ അയ്യുതിക അല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം ഏറ്റവും അധികം ആളുകൾക്ക് നരകമോചനം നൽകുന്ന ദിവസമാണ്. മീ യൗമി അറഫ, അറഫയിലാണ്. ആ അറഫ ദിവസത്തിലാണ് ഏറ്റവും അധികം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നരകത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നത്. എങ്ങനെ? ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ആ പ്രഖ്യാപനം നടത്തുന്നത് മലായിക്കത്തുകളോട് തന്റെ അടിയാറുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. മാത്രമല്ല ദുൽഹിജ്ജ 9 പ്രത്യേകത നമുക്കറിയാം. ദീനിന്റെ പൂർത്തീകരണം നടന്നത് ദീൻ പൂർത്തിയായ ദിവസമാണ്. ഒരു ജൂതരൊരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ലയോ, ഇന്നകും തഖറഊന ആയ ലൗ ഉൻസിലത് ഫീനാ ലത്തഖദ്നാ ദാലിക യൗമ ഈദാ. നിങ്ങൾ ഖുർആനിൽ നിന്ന് ഓതുന്ന ഒരു ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ഞങ്ങൾക്കെങ്ങാനുമായിരുന്നു അവതരിച്ചിരുന്നതെങ്കിൽ ആയത്തിറങ്ങിയ ദിവസം ഞങ്ങൾ ആഘോഷമാക്കുമായിരുന്നു. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു അദ്ദേഹത്തോട് ഏതാണ് ആയത്ത്. അപ്പോ അദ്ദേഹം പറഞ്ഞു ഖുർആനിലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്താണ്. അതിന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കേട്ട മാത്രയിൽ പറഞ്ഞ മറുപടി ഇന്നി ലഅഅലമു ഹൈതു ഉൻസിലത് വഅയ്യ യൗമിൻ ഉൻസിലത് വഅയ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൈതു ഉൻസിലത്. ഈ ആയത്ത് എവിടെ അവതരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം, ഏത് ദിവസം അവതരിച്ചു എന്നും ഞങ്ങൾക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ എവിടെയായിരുന്നപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത് എന്നും ഞങ്ങൾക്കറിയാം. ഉൻസിലത് ബി അറഫ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഖിഫുൻ ബി അറഫ. ഈ ആയത്ത് അവതരിക്കുന്നത് അറഫയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുന്ന ദിവസമാണ് ആ ആയത്ത് അവതരിച്ചത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന ആയത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിന്റെ കമാലിയ, അതിന്റെ പൂർത്തീകരണം, അത് സാധ്യമായത് അല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ചത് ഈ അറഫയിലാണ്, അറഫയുടെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അറഫ ആ ദുൽഹിജ്ജ 9 ദുൽഹിജ്ജ 9 അത് നിൽക്കുകയാണ് എന്ന് മാത്രമല്ല യൗമുൻ നഹർ ദുൽഹിജ്ജ 10. ദുൽഹിജ്ജ 10 പ്രത്യേകത നമ്മുടെ ഒരു പെരുന്നാള്, നമ്മുടെ ഒരു ആഘോഷം എന്നുള്ളത് മാത്രമല്ല. ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ തുമ്മ യൗമുൽ ഖർ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും അഅ്ളമായ ദിവസങ്ങളിൽ ഏറ്റവും ആദരണീയവും അതുപോലെ തന്നെ അഅ്ളമും ഉന്നതവുമായ ദിവസം യൗമുൻ നഹർ, അത് ദുൽഹിജ്ജ 10 തുമ്മ യൗമുൽ ഖർ, പിന്നെ അയ്യാമു തശ്രീഖിന്റെ 3 ദിവസങ്ങളാണ്. കാരണം ആ ദിവസങ്ങളിലാണ് യൗമുൻ നഹർ. ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ശുദ്ധ ഖുർആനിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് 3 ആയത്തുകളായി കുടികൊള്ളുന്ന സൂറത്തുൽ കൗസറിൽ അല്ലാഹു നിർദ്ദേശിച്ച നിർദ്ദേശം നിസ്കരിക്ക്, ബലിയർക്ക്, നഹർ ബലിയർക്ക് എന്ന് പറഞ്ഞ ആ കൽപ്പനയെ വിശ്വാസികളായ ആളുകൾ ശിരസാ വഹിക്കുന്ന യൗമുൻ നഹറാണ് അല്ലാഹുവിന്റെ അടുക്കൽ അഅ്ളമായ അയ്യാമുകളിൽ ഏറ്റവും ഉന്നതമായ ആ ദിവസം എന്നാണ്. അപ്പോൾ ഇങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, എന്തുകൊണ്ടായിരിക്കും ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ ഇത്രമാത്രം പവിത്രമായത് എന്ന് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ വിശദീകരിക്കുന്നത് കാണാം. അന്ന സബബ ഫിംതിയാസി അശ്റ ദുൽഹിജ്ജ ലിമകാൻ ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി. ഇജ്തിമാഇ ഉമ്മഹാത്തി അൽ ഇബാദത ഫീഹി, അഥവാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ആരാധനയുടെ ഉമ്മഹാത്തുകൾ മുഴുവനും, ഉമ്മഹാത്തുൽ ഇബാദാത്തി
ഇബാദത്തിന്റെ ആരാധനകളുടെ മുഴുവനും അഥവാ ഏറ്റവും അധികം മൂല്യവത്തായ ഇബാദത്തുകൾ മുഴുവനും ഒന്നിച്ചു സംഗമിക്കുന്ന ഇബാദത്തുകൾ മുഴുവനും ഒരുമിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിലാണ്. വേറൊരു സമയത്തും ഈ പറയുന്ന എല്ലാ ഇബാദത്തുകളും ഒന്നിക്കുന്നില്ല. ഇതുപോലെ അസ്സലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽ ഹജ്ജു വലാ യതഅത്താ ദാലിക ഫി ഗൈരിഹി. വേറെ ഒരു മാസവും എല്ലാ ഇബാദത്തുകളും ഒന്നിക്കുന്നില്ല. നിസ്കാരവും നോമ്പും സ്വതക്കയും ഹജ്ജും അങ്ങനെ വേണ്ട എല്ലാ തസ്ബീഹും തഹ്ലീലും എല്ലാ ഇബാദത്തുകളും ഒറ്റ ടൈമിൽ വരികയാണ്. അത് സംഭവിക്കുന്നത് ദുൽഹിജ്ജയിലാണ്, ഈ മാസത്തിലാണ്. റമദാനുണ്ട്, ശരിയാണ്, റമദാനിൽ ഹജ്ജില്ല. റമദാൻ മാത്രമല്ല, ദുൽഹിജ്ജ മാസം അല്ലാത്ത ഒരു മാസത്തിലും ഹജ്ജില്ല. അപ്പൊ ഇത് മുഴുവനും സംഗമിക്കുന്ന ഒരു സമയമാണ്, എല്ലാ ഇബാദത്തുകളും സംഗമിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് കൊണ്ട് അല്ലാഹു ഇതിനെ പവിത്രമാക്കിയതിനാൽ മുൻഗാമികൾ സലഫുകൾ ഇദാ ദഖല അയ്യാമുൽ അശ്ർ ഇജ്തഹദ ഇജ്തിഹാദൻ ഷദീദ. ആ സലഫുകൾ മുൻഗാമികൾ അവർ കഠിന പരിശ്രമം നടത്തുമായിരുന്നു എന്നാണ്, കഠിനമായി അധ്വാനിക്കുമായിരുന്നു. ഈ പറയുന്ന ഈ മാസമെത്തിയാൽ, ദുൽഹിജ്ജ എത്തിയാൽ കഠിനാധ്വാനം, ഇബാദത്തിൽ കഠിനമായ പരിശ്രമം. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പവിത്രമായ ദിവസങ്ങളാണ്, ദിനങ്ങളാണ്. എന്ന് മാത്രമല്ല, ആ ദുൽഹിജ്ജയിലെ ഒരുക്കങ്ങൾ, ഉളുഹിയത്തിന്റെ ഒരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അമലുകൾ, തക്ബീറുകൾ ധാരാളമായി. ദുൽഹിജ്ജ മാസം പിറന്നാൽ അതേ മുത്തലഖായ തക്ബീറുകൾ നമുക്ക് ചെല്ലാം, മുത്തലഖായ തക്ബീറുകൾ. പിന്നെ നമുക്കതിരെ മുഅയ്യനായി നിർണയിക്കപ്പെട്ട തക്ബീറുകൾ. ദുൽഹിജ്ജ 9 ആരംഭിച്ച അയ്യാമുത്ത ശരീഖിന്റെ അവസാന ദിവസത്തിൽ അസറിന് അവസാനിക്കുന്ന മുഅയ്യനായ എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷമുള്ള തക്ബീറുകൾ. ഇങ്ങനെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പവിത്രമായി കാണേണ്ട, ഏറ്റവും ഖൈറായി കാണേണ്ട ദിനങ്ങൾ, ഉത്തമമായി കാണേണ്ട ദിവസങ്ങൾ, ആ ദിവസങ്ങൾ നമ്മളിലേക്ക് കടന്നു വരികയാണ്. മാത്രമല്ല, ദുൽഹിജ്ജ കടന്നു വരുമ്പോ ഉളുഹിയത്ത് അറുക്കാൻ, ഉളുഹിയത്തിന് വേണ്ടി ഒരുങ്ങിയ ആളുകൾ, അവരെ സംബന്ധിച്ച് റസൂൽ ഒന്നുകൂടി പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ഹിലാൽ കണ്ടാൽ വഅറാദ അഹദുക്കും അയ്യുളഹിയ, ഏതെങ്കിലും ഒരാൾ ഉളുഹിയത്ത് അറുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഫൽയുംസിക് അൻ ശഅരിഹി വഅൽഫാരിഹി, പിന്നെ അവന്റെ നഖം മുറിക്കരുത്, അവന്റെ മുടി നീക്കരുത്. ഏതുവരെ? ആ ഉളുഹിയത്തിന്റെ കർമ്മം തീരുന്നത് വരെ. ചേർന്നിട്ടുള്ള ആളുകളുണ്ടാവും, അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ വക്കാലത്തേൽപ്പിച്ച ആളുകളുണ്ടാവും. അവരൊക്കെ ഉറപ്പിക്കണം, ഉളുഹിയത്ത് അത് നിർവഹിക്കപ്പെടുന്നത് വരെ അവരുടെ മുടിയും നഖവും നീക്കാതെ പൂർണ്ണമായി ഈ മാസത്തെ അല്ലെങ്കിൽ ഈ ദിനങ്ങളെ നെഞ്ചിലേറ്റി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു അവസരമായി കണ്ട് പ്രയോജനപ്പെടുത്തണമേ എന്ന് ഞാൻ എന്നെയും എൻ്റെ സഹോദരങ്ങളെയും ഉണർത്തുന്നു. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറല്ലാഹ് അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച്, ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച്, ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ സമയം അവൻ്റെ മാർഗത്തിൽ നീക്കിവെച്ച് സ്വാലിഹീങ്ങളായി ജീവിച്ചു മരിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ, ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മിൽ നിന്ന് യാത്ര പറയുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഒരുപാട് ആളുകളുടെ മരണത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇതുപോലെ ഈ വെള്ളിയാഴ്ച വരുമ്പോഴും ഒരുപാട് ആളുകൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, അള്ളാഹുവിൻ്റെ ദീനിനും സമൂഹത്തിനും ഒരായുസ് മുഴുവൻ മാറ്റിവെച്ച മനുഷ്യർ നമ്മിൽ നിന്ന് യാത്ര പറയുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മുസ്തഫ സാഹിബ് മർമൗലവിയുടെ കാലം മുതൽ സജീവമായി ഈ ദീനി ദഅ്വാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി യാത്ര പറയുകയാണ്. ഓരോരുത്തരായി കൊഴിഞ്ഞു പോവുകയാണ്. ഈ നമ്മുടെ മുന്നിലുള്ള ഓരോ ആളുകളും കൊഴിഞ്ഞു പോകും തോറും നമ്മുടെ ക്യൂ അത് അടുത്തടുത്ത് വരികയാണ്. അടുത്ത നമ്മൾ മുന്നിലേക്ക് കയറി വരികയാണ് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ലിസ്റ്റിൽ നമ്മുടെ പേരുകൾ അടുത്തടുത്ത് വരികയാണ് എന്ന് പ്രത്യേകം ഓർക്കണം നമ്മൾ. കാരണം ഇനി നമുക്ക് അവസരങ്ങളില്ല, ഇനി ഒരു അവസരം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇവിടെ സ്വരുക്കൂട്ടിയതും കൊണ്ടാണ് നമ്മൾ ഖബറിലേക്ക് പോകേണ്ടത്, ഇവിടെ സ്വരുക്കൂട്ടിയതും കൊണ്ടാണ് നമ്മൾ ഖബറിലെത്തേണ്ടത്. കാര്യം അത് വളരെ അടുത്തുണ്ട്, വളരെ സമീപത്തുണ്ട്. വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി, ഓരോരുത്തരും അവന്റെ ചെരുപ്പിടുമ്പോ അവൻ മനസ്സിലാക്കണം, ഈ ചെരുപ്പിന്റെ വാറ് എന്നിലേക്ക് ഒട്ടി നിൽക്കുന്നതിനേക്കാൾ അടുത്ത് എന്റെ മരണം എന്റെ അടുത്ത് നിൽപ്പുണ്ട് എന്ന്. എന്റെ കഫൻ പുടവ അടുത്ത കടയിൽ എത്തിക്കഴിഞ്ഞു എന്ന്, എന്നെ പുതപ്പിക്കാനുള്ള തുണി അതടുത്ത കടയിലെത്തിയെന്ന്, എനിക്കുള്ള റൈഹാൻ അടുത്ത് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന്,
എനിക്ക് പൂശാനുള്ള സുഗന്ധം അടുത്ത അത്തർകടയിൽ എത്തിയെന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അത്രയും സമീപത്ത് നമ്മുടെ മരണം നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, അത് ഈ പറഞ്ഞല്ലോ ഏറ്റവും അഫ്സലായ ആഴമായ ദിനങ്ങൾ, അത് അള്ളാഹു തരുന്ന ഗിഫ്റ്റാണ്, ഓഫറാണ്. അത് സ്വീകരിക്കാം, ഉപയോഗപ്പെടുത്താം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്തു വെക്കാം, ഏതെങ്കിലും ഒരു ഹൈറാത്തുകൾക്ക്, ഒരു പുണ്യകർമ്മത്തിന് വേണ്ടി നമ്മുടെ സമയം മാറ്റിവെക്കാം. എന്തെങ്കിലും ഒരു ദിവസം, ആ ദിവസത്തിൽ ഏതൊക്കെ നന്മകളുണ്ടോ അത് മുഴുവനും അന്വേഷിച്ചു പോവുകയാണ്. റസൂൽ ചോദിച്ചില്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ആർക്കെങ്കിലും നോമ്പുണ്ടോ? സഹാബത്തിനോട് ചോദിക്കണം, ആർക്കെങ്കിലും നോമ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്, മുഖത്തോട് മുഖം നോക്കുകയാണ്. സുന്നത്ത് നോമ്പാണ്. ഒരാൾ മാത്രമാണ് കൈവക്കിയത്. രണ്ടാമത് നബി ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ഇന്ന് രോഗിയെ സന്ദർശിച്ചവരുണ്ടോ? അപ്പോഴും എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പോഴും ഒരു മൂലക്കുന്ന ഒരാൾ കൈവക്കുകയാണ്. ഈ ദിവസം ഏതെങ്കിലും ജനാസയിൽ പങ്കെടുത്ത ആൾക്കാരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് ചോദിക്കുമ്പോഴും ഒരാൾ മാത്രമാണ് കൈവക്കിയത്. എല്ലാവരും ആ കൈവക്കിയ ആളെ നോക്കി. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒക്കെ കൈവക്കി ഞാൻ ഇന്ന് അത് ചെയ്തു എന്ന് പറയാൻ ഉണ്ടായിരുന്നത് ഒരു വ്യക്തിയാണ് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൽ ആ ചോദ്യം നേരിടുന്ന ആ സമയത്ത്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. യുസാരിഊന ഇലൽ ഖൈറാത്ത്, നന്മകളിലേക്ക് ഓടിച്ചെല്ലുക എന്നുള്ള കാര്യം എന്നറിയോ? നമ്മുടെ സമയം കുറവാണെന്ന തിരിച്ചറിവാണ്. നമുക്കൊന്നും നേടാനില്ലാതെ, ഈ നിവർത്തിപ്പിടിച്ച കയ്യുമായി ഒന്നും എടുക്കാതെ, ഒരു നയാ പൈസ എടുക്കാതെ ദുനിയാവിൽ നിന്ന് യാത്ര പോകും എന്നൊരു ചിന്ത, ആ ചിന്തയാണ് നമ്മെ മതിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിരവധി സ്വതക്കകൾ ചെയ്യാൻ, അതുപോലെ തന്നെ അമലു സ്വാലിഹാത്ത് ചെയ്യാൻ, എന്തെങ്കിലും ഒരു പുണ്യകർമ്മം ജീവിതത്തിൽ ഒരു മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണമെന്ന് ലിസ്റ്റ് ചെയ്യാൻ, ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട അമലുകളെ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ഒരു ബോധവും ആ ചിന്തയും നമുക്കുണ്ടാകണം. ആ ചിന്തയോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, വേർപെട്ടു പോയ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ അല്ലാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും ഹൈറായത് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസം നിരവധി സദഖകൾ ചെയ്തു. ഒരു ഉമ്മ ഇവിടെ വന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ളൊരു സമ്പത്ത് നമ്മുടെ ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ ഹദിയ ചെയ്തു. അവരുടെ പേര് പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരുടെ കയ്യിലുള്ള ഒരു സമ്പത്ത് സ്വർണമായും അതുപോലെ തന്നെ കുറച്ച് പണമായും അവരിവിടെ ഏൽപ്പിച്ചു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മ തന്ന വസിയ്യത്ത്, അവർ പറഞ്ഞ വസിയ്യത്ത്, ഇത് ഞാൻ ഹദിയ ചെയ്യുന്നത് എൻ്റെ വേർപെട്ടു പോയ എൻ്റെ ആ പ്രിയതമനുമായി നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ ഒന്നിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഉമ്മ അത് സദഖ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ നല്ല ഉദ്ദേശത്തെ, അവരുടെ ആ ഒരു ആഗ്രഹത്തെ അല്ലാഹു സ്വർഗത്തിൽ സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉമ്മയുടെ മക്കൾ അല്ലാഹു അവരുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ പരമ്പരകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഖൈറായത് ഇഹത്തിലും പരത്തിലും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ അത്തരത്തിൽ വരുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിരവധി മിസ്കീന്മാർ, നല്ല അഡ്മിഷൻ ഉണ്ട്, ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. പക്ഷേ പലരും പറയുക അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രശ്നങ്ങൾ, അവരുടെ മക്കളെ പഠിപ്പിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്കൊരു കുട്ടിയെ ഏറ്റെടുക്കാം. സന്താനമില്ലാത്ത ആളുകളുണ്ടാവും, സമ്പത്തുണ്ടാവും, മക്കളില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുട്ടിയെ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ആ കുട്ടി ഏതെങ്കിലും മിസ്കീനായ യതീമായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകൾ ഏറ്റെടുക്കണം. ഏതെങ്കിലും മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ മക്കളെ പഠിപ്പിക്കണം. 2 മക്കളുണ്ട്, 2 കുട്ടികളെ കൂടി പഠിപ്പിക്കാൻ കഴിയുന്ന സമ്പത്ത് അല്ലാഹു തന്നവരുണ്ടെങ്കിൽ ആ രൂപത്തിൽ പഠിപ്പിക്കണം. നമുക്കറിയാം ഇവിടെ ഒരുപാട്, ഒരു ദിവസം ഒരു മാസവും ലക്ഷങ്ങൾ നമ്മൾ ചെലവഴിക്കേണ്ടി വരികയാണ് നമ്മുടെ സ്ഥാപനത്തിനു വേണ്ടി. അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ മാസവും നമ്മൾ ഈ രൂപത്തിൽ ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ സ്വാലിഹായ മനുഷ്യർ നൽകുന്ന സദഖകളും അവർ ചെയ്യുന്ന നന്മകളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഈ നന്മകൾ ചെയ്യുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഇഹത്തിലും പരത്തിലും അർഹമായത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പഞ്ചായത്തിൽ, അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഇടങ്ങളിൽ ഏതെങ്കിലും മക്കൾ പഠിക്കാതെ അല്ലെങ്കിൽ പഠനത്തിന് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ, പഠിക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ പഠിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ഥാപനവുമായി നമ്മൾ ബന്ധപ്പെടുത്തണം. ദീനിയായ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ, അതുമായി നമ്മൾ സഹകരിക്കണം. എല്ലാ നിലക്കും എത്രത്തോളം നമുക്ക് സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് നമ്മുടെ മക്കളെ, അടുത്ത തലമുറയെ ദീനിയായി ഉയർത്തിക്കൊണ്ടുവരാൻ, ഭൗതികമായി ഉയർത്തിക്കൊണ്ടുവരാൻ, രണ്ടും ഉൾക്കൊള്ളുന്ന മക്കളാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുമോ? ആ രൂപത്തിൽ നമ്മൾ പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. പ്രത്യേകിച്ച് ഈ വരുന്ന ദുൽഹിജ്ജയുടെ 10 ദിനങ്ങളിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. ഈ 10 ദിവസങ്ങളിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടാകണം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിയ്യത്തനുസരിച്ച് കൊണ്ട് അത് സ്വീകരിക്കും. അല്ലാഹു അത് കബൂലാക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ ജീവിച്ച് ഏറ്റവും നല്ല നിലയിൽ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന മുത്തഖീങ്ങളിൽ
നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ, സഹപാഠികൾ, അള്ളാഹുവെ, ദുനിയാവിൽ കണ്ടവരെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ധാരാളമായി സംഭവിച്ചു പോകുന്നവരാണ് ഞങ്ങൾ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. നീ ഇഷ്ടപ്പെടുന്നവരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും നിന്നിൽ തവക്കുലാക്കി രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.